വ്യൂവേഴ്സ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. എൻ്റെ പേര് ടാജിന റഫീഖ്. ഞാൻ ഇന്ന് നിങ്ങൾക്കുണ്ടാക്കി കാണിക്കുന്നത് ഒരു കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: മൈദ 1 കപ്പ്, പഞ്ചസാര പൊടിച്ചത് 3/4 കപ്പ്, മുട്ട 3 എണ്ണം, കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ, കോഫി 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ, ബട്ടർ 4 ടേബിൾ സ്പൂൺ, പാല് ആവശ്യത്തിന്, വനില എസൻസ് 1/2 ടീസ്പൂൺ, ചോക്ലേറ്റ് എസൻസ് 3 തുള്ളി. ഈ മിക്സ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുകയാണ്. ഇതിലേക്ക് 2 കപ്പ് മണൽ അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് ചൂടാക്കാൻ വെക്കാം. ഇത് മൂടി 10 മിനിറ്റ് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കേക്ക് മിക്സ് തയ്യാറാക്കാം. ഒരു അരിപ്പയിലേക്ക് എടുത്തു വച്ച മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ ഇത് ചേർത്ത് അരിച്ചെടുക്കാം. നല്ലവണ്ണം അരിച്ചെടുക്കണം. ഈ മിക്സ് ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ കേക്ക് നന്നായി പൊങ്ങി വരികയുള്ളൂ. വലിയൊരു ബൗൾ എടുക്കുക. ഈ ബൗൾ നന്നായി തുടച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് മുട്ട ഒഴിക്കാൻ പാടുള്ളൂ. വെള്ളത്തിൻ്റെ നനവ് പാടില്ല. ഇത് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ച മുട്ട പാടില്ല. റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയതിന് ശേഷം മാത്രമേ മുട്ട ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് ബീറ്റ് ചെയ്യാം. അര ടീസ്പൂൺ വനില എസൻസ്, ചോക്ലേറ്റ് എസൻസ്, ഇവ ചേർത്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച കോഫിയും ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് സാവധാനം മിക്സ് ചെയ്യാം. ഫോൾഡ് ചെയ്തായിരിക്കണം ഇത് മിക്സ് ചെയ്യേണ്ടത്.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർക്കാം. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് നോക്കിയതിന് ശേഷം പറയാം. വീണ്ടും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു. ഇത് കറക്റ്റ് പരുവാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് പാൽ ഒഴിച്ചത്. ഇനി ഇത് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ട്രേ ബട്ടർ പേപ്പറും ഓയിൽ തേച്ച് ബട്ടർ പേപ്പറും പിടിച്ച് വെച്ചതാണിത്. ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ വെക്കാൻ മറന്നു പോകരുത്, എങ്കിൽ കേക്ക് അടർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാകും. ഇനി ഇത് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കുക്കർ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായി ഈ മിക്സ് സാവധാനം വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം 45 മിനിറ്റ്, ഏകദേശം കറക്റ്റ് ടൈം ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പോൾ 45 മിനിറ്റ് ആവുമ്പോൾ ഒന്ന് നോക്കണം. നോക്കിയതിന് ശേഷം പാകമായില്ലെങ്കിൽ വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏറ്റവും ചെറിയ തീയിലായിരിക്കണം ഇത് ബേക്ക് ചെയ്യേണ്ടത്. കേക്ക് റെഡിയായോ എന്ന് നോക്കാം. ഒരു ഈർക്കിൽ വെച്ച് കുത്തി നോക്കിയാൽ മതി. ഈർക്കിൽ ക്ലീൻ ആണ്, അതിനർത്ഥം പാകമായി എന്നാണ്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ കേക്ക് റെഡിയായി. ഈ കേക്ക് പാകമാകാൻ 50 മിനിറ്റ് എടുത്തു. പിന്നെ 45 മിനിറ്റാണ് ഞാൻ പറഞ്ഞത്. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയിരുന്നു, അപ്പം കറക്റ്റ് അല്ലായിരുന്നു. ഇപ്പോൾ 50 മിനിറ്റ് എടുത്തു ഇത് ശരിയാവാൻ. പിന്നെ ഒരു കാര്യം, കുക്കറിൻ്റെ ബെൽറ്റും വിസിലും മാറ്റി വെച്ചതിന് ശേഷമാണ് ബേക്ക് ചെയ്യേണ്ടത്. അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് തയ്യാറായി. ഇതിന് തണിയാൻ അനുവദിക്കണം. തണുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ടോപ്പിംഗ്. കേക്കിൻ്റെ ടോപ്പിങ്ങിന് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: വിപ്പിംഗ് പൗഡർ 1 പാക്കറ്റ്, 100 ml തണുത്ത വെള്ളം, ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 100 ml തണുത്ത വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് വിപ്പിംഗ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്യുക. റെഡിയായി. ഇനി സ്വിച്ച് ഓഫ് ചെയ്യാം. ട്രേയിൽ നിന്നും കേക്ക് മാറ്റാം. ഇത് ബട്ടർ പേപ്പറും മാറ്റിയെടുക്കാം. സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡിയായി. ഇനി ഇത് 2ആയി കട്ട് ചെയ്യാം. കറക്റ്റ് മുറിയായി കിട്ടാൻ വേണ്ടി ഞാൻ നൂലാണ് ഉപയോഗിക്കുന്നത്. ഈ നൂല് വെച്ച് കട്ട് ചെയ്യാം.
സാവധാനം നൂല് വലിച്ചു കൊടുത്താൽ മതി. ഒരുപോലെയുള്ള 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് പഞ്ചസാര അലിയുന്നത് വരെ ചൂടാക്കിയതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ് ഇത്. ഒരു കേക്ക് ബോർഡ് എടുത്ത് അല്പം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇത് കേക്ക് നീങ്ങുന്നതിന് വേണ്ടിയാണ്. ഇതിൻ്റെ മുകളിലായി ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിനു മുകളിൽ പഞ്ചസാര സിറപ്പ് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര സിറപ്പ് തൂകിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു സോസാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വിപ്പിംഗ് ക്രീമും ഇതിൻ്റെ മുകളിൽ തേക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തത് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം, 4 മുട്ടയുടെ വെള്ള, അരക്കപ്പ് ഐസിങ് ഷുഗർ, 1 ടീസ്പൂൺ വനില എസൻസ് ഇവ നന്നായി ബീറ്റ് ചെയ്ത് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഇവയും ചേർത്ത് ഉരുക്കിയെടുത്തിട്ട് അതിനെയാണ് ആ പേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുന്നത്. അതായത് അരക്കപ്പ് ഫ്രഷ് ക്രീം, 4 മുട്ടയുടെ വെള്ള, അരക്കപ്പ് ഐസിങ് ഷുഗർ, 1 ടീസ്പൂൺ വനില എസൻസ് ഇത് നന്നായി ബീറ്റ് ചെയ്ത് ചെറിയ തീയിൽ മെൽറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഇവ നന്നായി മെൽറ്റായി ക്രീം പരുവത്തിലാകുമ്പോൾ ആ സോസ് റെഡിയായി. ഇത് മുകളിൽ തേച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതേ വിപ്പിംഗ് ക്രീം തന്നെ തേച്ച് കൊടുത്താലും മതി. മുകളിലേക്കുള്ള ഫില്ലിംഗ് റെഡിയായി. ഇനി മറ്റേ കേക്കിൻ്റെ പീസിലേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. റഫായി തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ റഫായിട്ടാണ് ഐസിങ് തേച്ച് കൊടുത്തത്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യമായ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് പീൽ ചെയ്തെടുക്കാം.
ഇനി ഇതുപോലൊരു മൂടിയെടുത്ത് ഇതിൻ്റെ മിഡിലായി വെക്കാം. വെച്ചതിന് ശേഷം ഇതുപോലെ ചോക്ലേറ്റ് വിതറി കൊടുക്കാം. പീൽ ചെയ്തത് സൈഡിലായി ഒട്ടിച്ചു കൊടുക്കാം. കേക്ക് റെഡിയായി. ഇനി ഇത് 1 മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ എന്നല്ല, ഞങ്ങൾ ഇനി ഉപയോഗിക്കുന്ന സമയം വരെ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ കേക്ക് ഫിനിഷിംഗ് ആയി. ഫിനിഷിങ്ങിലേക്ക് എത്തിച്ചതാണ് ഞാൻ. കാരണം ഞാൻ ഈ കേക്കിൽ എക്സ്പേർട്ടൊന്നല്ല. പിന്നെ അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുമെന്നല്ലാതെ നല്ലോണം കേക്കിനെ പറ്റി അറിയൊന്നുമില്ല. ഡിസൈനിങ് എന്നേക്കാൾ നന്നായി അറിയുന്ന കേക്ക് മേക്കിംഗ് എന്നാട്ടി അറിയാവുന്ന കുറേ വ്യൂവേഴ്സ് ഉണ്ടാവാം. പക്ഷെ അവർക്ക് വേണ്ടിയല്ല ഇത്. അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അവർ ഇത് നോക്കി ഉണ്ടാക്കണം. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളി കേക്കൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത എപ്പിസോഡുമായി കാണുന്നതുവരെ ബായ്.